ഞാൻ വീഡിയോ ഓൺ ആക്കിയപ്പോൾ എൻ്റെ ബാക്കിൽ തോന്നുന്നത് ഞാൻ ശ്രദ്ധിച്ചിനി, എന്തെല്ലാം കളിക്കുന്നത് ഞാൻ കണ്ടിനി. പക്ഷേ റെക്കോർഡ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴാണ് ഓൻ ഇത്രയെല്ലാം അതിൻ്റെ ബാക്കിൽ കാണിച്ചെന്ന് എനിക്ക് അറിഞ്ഞത്. കുറേ ഡാൻസ് എല്ലാം കളിച്ചിനി. അങ്ങനെ നാട്ടിൽ പോകുന്നു പറഞ്ഞല്ലോ, അപ്പോൾ ഞാൻ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തു. പിന്നെ ഈവനിങ് ആകുമ്പോൾ നമ്മൾ റെഡി ആയെല്ലാം സെറ്റായി. അപ്പോഴത്തേക്കാണ് ഇങ്ങനത്തെ എല്ലാം കലാപരിപാടികൾ കാണുന്നത്. ഇത് പുതുമയുള്ള കാഴ്ചയല്ല, എപ്പോഴും നടക്കുന്ന സംഭവമാണ്. കുറ്റക്കെടാക്കലാണ് ഓൻ്റെ മെയിൻ ഹോബി. പിന്നെ ഇളയപ്പൻ വന്നു. ഇളയപ്പൻ നാട്ടിലേക്ക് വരുന്നില്ല, ഞങ്ങൾ 4 ആളാണ് നാട്ടിൽ പോകുന്നത്. അപ്പോൾ എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് എടുക്കേണ്ടതെന്നെല്ലാം പറഞ്ഞിട്ട് റെഡിയായി. ഊബർ വിളിച്ചിരുന്നായിരുന്നു, അയാളെ കാണുന്നേയില്ല, അയാളവിടെ വഴി തെറ്റിയിട്ട് പോയി. പിന്നെ വന്നു. അങ്ങനെ ഇളയപ്പനോട് ബായ് പറഞ്ഞ് നമ്മൾ എവിടേക്കാണ് പോകുന്നത്? നാട്ടിലേക്ക്. എക്സൈറ്റ്മെൻറ്റെല്ലാം ഉണ്ട്, എന്നാലും ഇളയപ്പം വരുന്നില്ലല്ലോ, ആ ഒരു ബേജാറും എല്ലാവർക്കും ഉണ്ട്. പോയി. അപ്പോൾ നമ്മൾ ഇത്ര ആൾ മാത്രമല്ല പോകുന്നത്, ഞങ്ങളെ കൂടെ വേറൊരാൾ വന്നിന്. ആര്? ചന്ദ്രേട്ടൻ. കണ്ട, നമ്മളൊക്കെ തന്നെ വന്നിന് ബാക്കിൽ. അടുത്തും വരെ നമ്മളൊക്കെ തന്നെ ഉണ്ടായിന്. നമ്മൾ ഗാന്ധിനഗറിൽ നിന്നാണ് ബസ് കയറുന്നത്. അപ്പോൾ അവിടെ എത്താൻ ഒരു 45 മിനിറ്റ്സ് നമ്മളെ വീട്ടിൻ്റെ അടുത്തുന്നുണ്ട്. അങ്ങനെ അവിടെ നമ്മൾ എത്തിയത് വേഗമായിപ്പോയി. 9 മണിക്കാണ് ബസ്, നമ്മൾ 8 മണിക്ക് അവിടെ എത്തി. പിന്നെ അവിടെ സൈഡിൽ ഇരുന്നിട്ട് അവിടെ പോകുന്ന ഗോവയും നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കുറച്ച് സ്നാക്സ് ഉണങ്ങി അതെല്ലാം തിന്നാൻ തുടങ്ങി ഇരുന്നിട്ട്. കട്ട്ലീസ് എല്ലാം തിന്നാൻ അവിടെ എല്ലാവരും നമ്മളെന്നെ നോക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ്, നമുക്കെന്ത് വയറെന്നറിയണം, അത്രയല്ലേ ഉള്ളൂ. പിന്നെ ബസ് വന്നു 9 മണിയാകുമ്പോൾ, കറക്റ്റ് 9 മണിയാകുമ്പോൾ വന്നിന് ലഗേജ് എല്ലാം വെച്ച് നമ്മൾ ബസ്സിൽ കയറി. അപ്പോഴത്തേക്ക് നമുക്ക് താഴെ തന്നെ കിട്ടിയത്, മുകളിലല്ല. 2 സീറ്റാണ്. ഒന്നിൽ ഞാനും അനന്തും, മറ്റേൽ ഇളയമ്മയും ഗായത്രിയായിരുന്നു. അങ്ങനെ നമ്മൾ ഇരുന്ന് നല്ല രസമുണ്ടായിന്. കാഴ്ചകൾ കണ്ടു പോവാം. ഞാൻ വന്ന ബസ്സിൽ വിൻഡോ ഇങ്ങനെ കാണില്ലായിരുന്നു പുറത്തേക്ക്. ഈ ബസ് നല്ല രസമുണ്ട്, നല്ല പുറത്തെ കാഴ്ചകളെല്ലാം കണ്ടു പോവാം. പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് കഴിഞ്ഞു. ഇന്ന് നാളെ വീട്ടിലെത്തിയിട്ട് കാണാം. ഓക്കെ, ബൈ.